ഹലോ അസ്സലാമലൈക്കും. എന്തൊക്കെയാ വർത്താനം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? പെരുന്നാൾ തലേന്നൊരു വീഡിയോ എടുത്താൽ അല്ലാതെ എന്ത് വീഡിയോ ഇടാനല്ലേ? വീഡിയോ ഇടാനല്ല, ഞാൻ യൂട്യൂബിലാണെങ്കിൽ എന്നും വീഡിയോ ഇടണം. അപ്പം ഞാൻ വിചാരിച്ചു കുക്കിങ്ങിൻ്റെ വീഡിയോ ഇടൽ എന്തായാലും നടക്കൂല. അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ പോയതാണ്, അരി കൊണ്ടുപോയപ്പം ഞാനൊരു വീഡിയോ എടുത്താണ്. ഉമ്മാക്ക് ഡ്രസ്സുണ്ട്, പിന്നെ പർദ്ദക്കുള്ള പൈസയായിട്ട് ഞാൻ പോയതേനി കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ പോയപ്പോൾ ഒരു വീഡിയോ എടുത്താണ്. ആ വീഡിയോ ഞാൻ കൊണ്ടുപോക്കാം. ഇവിടുന്ന് ഇങ്ങോട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇനി സഞ്ചി മാറണ്ട, മാറിയ പ്രശ്നം അടക്കണം. ഇത് എനിക്ക് അങ്ങോട്ടും ഉണ്ടാവുമല്ലോ അല്ലേ? അല്ലേ, തൂക്കമൊക്കെ കറക്റ്റ് അല്ലേ? ഞാൻ തൂക്കേണ്ടി വരും. ഇനി ഉമ്മാക്ക് ഒരു സർപ്രൈസ്. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു മാക്സിയാണ് കേട്ടോ. ഓറത്തിപ്പോൾ നമ്മൾ നോക്കാമല്ലോ. അരിയടാ തേങ്ങ, ഇനിയിപ്പോൾ തേങ്ങ പൊറുക്കണ്ടയോ? തേങ്ങ ഉണ്ടായിക്കോ, കരിയേപ്പിൻ്റെ ഉണ്ടായിക്കോ, അങ്ങനെ ഒക്കെ കൊണ്ടുപോയിക്കോ അറിയുന്നുണ്ട്. ടൈമാണെങ്കിൽ 11 മണിക്ക് ഇവിടെ തേങ്ങയും കരിയേപ്പിൻ്റെ ഒക്കെ പൊറുക്കി കുത്തിറക്കാൻ ഞാൻ അതൊന്നും നടക്കൂല. നമ്മളെ മാക്സി കണ്ടോളേ. പിന്നെ ഷാള് നമ്മൾ പോട്ടോ കൊണ്ടുവരാനായിട്ട് വന്നപ്പോ ആ അരി കൊണ്ടുപോകരുത്. ഞാനെന്നെ അടിച്ചേണ്ടി വരുമല്ലോ. അപ്പൊ നിങ്ങൾക്ക് അറിയില്ലല്ലോ. കൈ വെക്കേണ്ടി വരും. ഇത് തട്ടാം പിന്നെ ഹലോ അസ്സലാമലൈക്കും. നിങ്ങൾക്ക് നിങ്ങളെ മാക്സി ഒക്കെ പറ്റിയോ? ഇഷ്ടപ്പെട്ടോ? വെറുതെ ഒന്ന് മൂളിക്കാളിങ്ങളെ നിങ്ങൾ ഇഷ്ടം. ജിത് മോനെ, ജിതപ്പാ കണ്ടോ, അവിടെ ഒരാൾ കടന്നുറങ്ങണൊക്കെയാണ്. നല്ല കുട്ടി. ഉറങ്ങിയിട്ടുണ്ടോ? ഉറങ്ങീന്. ഇവിടെ കണ്ടു ഒരുത്തി നിക്കണണ്ടില്ലേ? മെയിലാഞ്ചിട്ട പിന്നെ എന്താടത്തെ കുറച്ച് കുത്തി വരണോക്ക് മിന്നാച്ച് എത്താ എൻ്റെ കഥ. എത്തെങ്കിലും കുത്തി വരണോക്ക് ഏതായാലും വെറുതെ കുത്തക്കാച്ചി. ഞാൻ പന്നോട് ഇടിയിപ്പിച്ചാണ് വന്നത്. ഇച്ചാണെങ്കിൽ ഇങ്ങനെ ഉറങ്ങി തൂങ്ങിക്കൊണ്ട് ഒന്നുമില്ലെങ്കിൽ ഇച്ച് വേഗം പോയി കടന്നുറങ്ങും. എത്രയും നേരം എന്നറിയാം എനിക്ക്? 10:30 ആയിക്കണു. ചായയും പത്തിരിയൊന്നും വേണ്ട. എത്തപ്പോൾ കാട്ടുന്നത്? നാളെ പെരുന്നാളല്ലേ, തിന്നാനുള്ള ദിവസം തന്നെയല്ലേ ഇപ്പം നാളെ ഉണ്ട്. അങ്ങനെ ഹിമ്മയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ എന്നോട് എന്തൊക്കെയാണ് പഠിച്ചോനെ ചോദിക്കണം. തേങ്ങ വേണോ, മാങ്ങ വേണോ, കരിയേപ്പിൻ്റെ ഇല വേണോ, പത്തിരി വേണോ? എത്ര കുറച്ച് നേരം നിന്നിട്ടുള്ളൂ. അപ്പോൾ ഇതിന് എന്തൊക്കെയാണ് ചോദിക്കണത്. ഇതിലൊന്നും എനിക്ക് വേണ്ട. കാരണം എനിക്ക് പെരി പോയി കടന്നുറങ്ങാനാണ് പൂതി. കാരണം 11 നേരം. ഇപ്പോൾ ഇവിടെ തേങ്ങയും മാങ്ങയൊക്കെ കൊണ്ടുപോകാനുള്ള ടൈമും ഇല്ല എനിക്ക്. അതാണല്ലോ വീട്ടിലേക്ക് വന്നുള്ള അവസ്ഥ. ഓക്കേ മിന്നാജി, ഇതൊന്ന് സത്യസന്ധമായിട്ട് പറിച്ചോർക്കില്ല. മിന്നന്റെ ഡ്രസ്സ് കൂടെ ഒക്കെ തീമാണെങ്കിൽ യൂട്യൂബിൽ ഇടാണെങ്കിൽ ഞാൻ മിന്ന എൻ്റെ ഡ്രസ്സ് യൂട്യൂബിൽ ഇടോ. ഇങ്ങോട്ട് കൊണ്ടുവരേ, എട്ടര ഏതേലും കണ്ടന്റ് ഇല്ല. മിന്ന എത്ര നാളങ്ങൾ ഉണ്ടാക്കണ ബിരിയാണിയോ? ഇവിടെ ബിരിയാണിയാണല്ലോ. പിന്നെ പായസം ചെറുപയറോ, സേമിയ പായസം സൂപ്പറായിരിക്കും. എന്താപ്പം ഞാൻ ചെയ്യാൻ എനിക്കറിയില്ല. യാതൊരു നിങ്ങളെ തലയും പാലൊന്നും കാണാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങളെ കാലുങ്ങൾ അങ്ങോട്ട് നടന്നു പോയിക്കോളി. അതാ കാണാം. നിങ്ങളെ മാക്സിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? എന്നായിക്കോട്ടെ, നമ്മൾ പോവാട്ടോ. നിങ്ങൾ ഒന്നും കാണുന്നില്ലമ്മ. നിങ്ങളെത്താ നിങ്ങളിങ്ങനെ നിങ്ങളിങ്ങോട്ട് പായല്ലേ നിങ്ങളെ. എന്നായിക്കോട്ടെ. അസ്സലാമലൈക്കും. എത്തപ്പോൾ ബിരിയാണി ഒക്കെ ഉണ്ടാക്കണ്ട അവിടെ? ആയിക്കോട്ടെ, ഞാൻ പോയാലോ? അതൊക്കെ എത്താ. ഇത് ബിരിയാണി ഉണ്ടാക്കാനുള്ള പോയാ? ഇത് നിങ്ങൾക്ക് തികയോ? കുറച്ചോനെ ഇതോ ഇതൊക്കെ എത്താ? ചാമ്പക്കത്ത അച്ചാറിടാനോ? ബിരിയാണി വെക്കാൻ? ആയിക്കോട്ടെ, ഞാൻ പോവാ. ടാറ്റാ, ബൈ ബൈ, സി യു.
ടാറ്റ ബൈ ബൈ സീ യു അസ്സലാമു അലൈക്കും മിന്ന സലാം അടക്കടി. തേങ്ങി മാങ്ങയൊന്നും വേണ്ട, ഞാൻ പോകണം മക്കളെ, ഞാൻ പോകാം. ഞാൻ പിന്നെ വരട്ടെ ഇൻഷാ അല്ലാ. അരി ഉണ്ടോണ്ടേ ഏതേലും പരി ഞാൻ കൊണ്ടുവന്ന ഇത് ഞാൻ കൊണ്ടുവന്ന ചാക്കല്ലേ, എനിക്ക് വേറെ ചാക്കാൻ വേണ്ടിയത്. അത് അതന്നെയല്ല ഇപ്പൊ പരിപാടി. എന്നായിക്കോട്ടെടാ ഞാൻ പോവാണ്. ടാറ്റ ബൈ ബൈ സീ യു. ഈ ചാക്ക് കുടിച്ചിട്ടെ എന്നാ പോവാ. അസ്സലാമു അലൈക്കും. ഇനി നാളെ ഇൻഷാ അല്ലാ ചിലപ്പോ മാങ്ങേ ഇവിടുന്ന് ഉറപ്പത് പൂത്തതാണോ? എന്നായിക്കോട്ടെ പോവാണേ. ഓക്കെ ഓക്കെ. വാടി തുറക്കാണ് വാടി. जाता है मर जाता है. അങ്ങനെ അവിടുന്നൊക്കെ പോന്ന് എഴുതിയിട്ട് നമ്മളെ പെരുന്നാൾപ്പോക്ക് അവസാനിപ്പിക്കോ? പറ്റൂല. കാരണം പെരുന്നാളിന്റെ തലേന്ന് പോയ വീഡിയോ നിങ്ങൾ കണ്ടേ, പിറ്റേന്ന് പോയതും അതിന്റെ പിറ്റേന്ന് പോയ വീഡിയോ ഒന്നും നമ്മൾ എടുത്തില്ല. തറവാട്ടിൽ ഇനി പെരുന്നാൾ ആഘോഷം നമ്മളെ മുപ്പരാക്കാന്റെ പെരയിൽ. അതുകൊണ്ട് അവിടുത്തെ വീഡിയോ എനിക്ക് കൂടുതലായിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് അടുത്ത വീഡിയോ എടുത്തിന് ഒരു പടക്കത്തിന്റെ വീഡിയോ ഇട്ടപ്പോഴാണെങ്കിലോ യൂട്യൂബിന് അവിടുന്ന് പൊടിച്ചും കൊണ്ട് പുറത്തേക്കാക്കി. എവിടേക്കടി എൻ്റെ വീഡിയോ ഇവിടെ നടക്കൂല എന്നും പറഞ്ഞുകൊണ്ട് യൂട്യൂബ് എടുത്ത് പുറത്തേക്ക് തള്ളി. കാരണം എന്താ വെച്ചാൽ പടക്കം കുട്ടികളെ സേഫ്റ്റി പ്രൊട്ടക്ഷനും ഒക്കെ എതിരായി പ്രവർത്തിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് യൂട്യൂബ് ഓല് കുത്തർന്നിൻ്റെ വീഡിയോ കണ്ടുകാണ്ട് ഓലാണ് ഡിലീറ്റ് ആക്കി. നമുക്ക് കാണാനുള്ള ഒരു അവസരം കൂടി ഓല് തന്നില്ല എന്നാണ് പറയാല്. ഇന്നാ പിന്നെ നോക്കിയിട്ട് കാര്യമില്ല, ഓല അത്രക്കായോ എന്നാൽ ഞാൻ എൻ്റെ വീഡിയോ ഞാൻ ഇടും. ഞാൻ ഒരു തോത്തലും തുടക്കലായിട്ട് വന്നതാണ്, ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ വീഡിയോ ഒക്കെ എടുക്കുന്നത്. എത്രത്തോളം കറക്റ്റാണെന്നൊന്നും എനിക്കറിയില്ല. അതൊരു പറയില്ല യൂട്യൂബിൻ്റെ വീഡിയോ ഡിലീറ്റ് ആക്കി എനിക്ക് ആകെ നട്ടപ്പിരാൻ തുടിച്ചു. ഇല്ല വീഡിയോ ആയിട്ട് നമ്മളാണ് പോകുന്നത്. ഏതെങ്കിലും തോത്തലും തുടക്കലും അഞ്ചത്തിൻ്റെ പെരിക്ക് പോണ വീഡിയോ വരെ ഉണ്ടാവും. അവിടെ എത്തിയിട്ടുള്ള വീഡിയോ അവിടുത്തെ എന്താ ചുറ്റുപാടിനനുസരിച്ചേക്കാരും നമ്മൾ വീഡിയോ എടുക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോക്ക് വെയിറ്റ് ചെയ്യണമെന്ന് അറിയിക്കുകയാണ്. എൻ്റെ തോത്തലും തുടക്കലൊക്കെ അങ്ങനെയൊക്കെ തന്നെ കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ കണ്ടമാനം എന്താ പറയുക ഇങ്ങനെ സോപ്പും വെള്ളത്ത് കലക്കി പാർന്ന സോപ്പും വെള്ളത്തിൻ്റെ അകത്തു കൂടെയൊക്കെ പാർന്ന് അതിലൊന്ന് വളക്കി വീണ് അതിനൊന്നും നമ്മൾ നിൽക്കൂല. നമ്മൾ ഒരു തോടാൻ തുടച്ച് പോകും. പിന്നെ വന്ന് നോക്കി നമുക്ക് പാത്രം കഴുകലിട്ടോ. പാത്രം കഴുകാണ്ട് എന്നാൽ പിന്നെ അതും കൂടി ഒന്ന് വീഡിയോ എടുക്കാൻ വിചാരിച്ചു. ഇതുവരെ എൻ്റെ വീഡിയോയിൽ അതൊന്നും നിങ്ങൾ കണ്ടില്ലല്ലോ. എന്നാൽ അതായിക്കോട്ടെ എന്ന് വിചാരിച്ച് വന്നതാണ്. കണ്ട പാത്രം കഴുകുകയാണെങ്കിൽ എനിക്കിഷ്ടം ഏറ്റവും നെറ്റിൻ്റെ തുണി കഷ്ണമാണ്. എനിക്ക് അവിടെ പോയാലും എന്താണെന്നറിയില്ല, പാത്രം കഴുകിയാലും ഇങ്ങോട്ട് ഒരു ക്ലിയർ ആയിക്കണമെന്ന് തോന്നൂല. കാരണം എനിക്ക് ഈ നെറ്റിൻ്റെ തുണിക്കഷ്ണം കൊണ്ട് മോറി ചേലായിട്ടാണ് തോന്നുക. മോറാന്ന് പറഞ്ഞാൽ കേകി ചേലായിട്ടാണ് തോന്നുന്നുണ്ട്. അതങ്ങോട്ട് വേഗം പതിട്ടോ. ഏത് വിമ്മിൻ്റെ കട്ടയിലും ഏത് എക്സോൻ്റെ കട്ടയിലിട്ടാലും എളുപ്പത്തിൽ ഇങ്ങോട്ട് പതഞ്ഞു കിട്ടും. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമാണെന്നാണ് പറഞ്ഞത്. കുട്ടികളൊക്കെ ചായയോടി കഴിഞ്ഞു, അപ്പം ചുടൽ കഴിഞ്ഞു, അപ്പം തിന്നൽ കഴിഞ്ഞു. നോമ്പ് നോറ്റോന്ന് ചോദിച്ചാൽ നോമ്പൊക്കെ ഉണ്ട്. 6 നോമ്പിൽ രണ്ടാമത്തെ നോമ്പാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ അലാറം വെച്ചാൽ അങ്ങോട്ട് മാറിപ്പോയി. നമ്മൾ 4 മണിക്ക് വെക്കേണ്ട അലാറം 5:15 വെച്ചത്. 5:15 ബാങ്ക് കൊടുത്തു. പിന്നെ എന്താ അപ്പം ഞാൻ നോക്കിയിട്ട് കാര്യമില്ല. ഏതെങ്കിലും അഞ്ചത്തിൻ്റെ പെരിക്ക് പോകാനല്ലേ പിരുന്നുകൊണ്ട് നമുക്ക്. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ നോമ്പ് വെച്ച് കണ്ടൊക്കെ പോയാൽ ഓളത്തെങ്കിലും തരുന്ന ഇല്ലാതാക്കണ്ടല്ലോ വിചാരിച്ചു കണ്ടേ ഞാൻ നോമ്പ് നോറ്റിട്ടില്ല എന്നാണ് ചുരുക്കി പറഞ്ഞ് വരുന്നത്. അപ്പോൾ ഓക്ക് വെച്ച് നോക്കിയപ്പോഴാണെങ്കിലോ ഓളോടെ മുഴുവനും ആൾക്കാർക്ക് നോമ്പ്. എന്നാലും വേണ്ടില്ല, ഓളോട് ഞാൻ ആണ് ഉണ്ടാക്കിച്ചിട്ട് തന്നെ ഉള്ളൂ കാര്യം എന്ന് വിചാരിച്ചാൽ എന്താ ആവോ ഉണ്ടാക്കുമാവോ. ബിരിയാണി നെയ്ച്ചോറൊന്നും പോളുണ്ടാക്കുമെന്ന് എനിക്ക് തോന്നിയില്ല. എന്തായാലും നോക്കാം, നമുക്കൊരു പായസം കിട്ടിയതായല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ട് ഞാൻ. അല്ലാതെ ഇപ്പം എന്താ ഇപ്പം ഞാൻ പറയാം. മനസ്സിനെ മാനക്കെടുത്താനായിട്ട് എന്താ ഇപ്പോൾ പറയാൻ. ഓളോട് ഞാൻ വിളിച്ച് പറഞ്ഞിരിക്കണം ഉണ്ടാക്കിയാൽ കിട്ടിയതായി. ഏതായാലും നമ്മൾ ഇവിടുന്ന് ഒരു വെറുംചോറ് ഞാൻ പറഞ്ഞില്ലേ വെറുംചോറ് വെച്ചിട്ട് പോകും. അല്ലാതെ ഇപ്പോൾ ഒന്നും എനിക്ക് പറയാനില്ല. കാരണം നോമ്പ് നോക്കാത്ത സ്ഥിതിക്ക്. പിന്നെ നോമ്പ് നോറ്റ ഓലെ എന്തിനാ ഇപ്പം നമ്മൾ ബുദ്ധിമുട്ടിക്കണമെന്ന് ചോദിച്ചാൽ കുട്ടികൾക്കൊക്കെ അങ്ങോട്ട് പോകണം. ഓളെ കുട്ടികൾക്കാണെങ്കിൽ അതിലാറെ ഇങ്ങോട്ട് വരുമോ എന്നാണ് എന്നും വിളിച്ചാർക്കും. അപ്പം ഞാൻ വിചാരിച്ചു ഓളോർക്കാൻ പോകാൻ വിചാരിച്ച്. അങ്ങനെ ഞാനും ഉണ്ടാവും, ഇവിടുത്തെ അമ്മയും ഉണ്ടാവും, കുട്ടികളും ഉണ്ടാവും. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇൻഷാ അല്ലാ പോകണം എന്ന് വിചാരിക്കുന്നുണ്ട് ഉച്ചൻ്റെ ശേഷം. അപ്പോൾ നമ്മളെ പാത്രമോറിൽ ഇവിടെ ജോറായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ അവസരഘട്ടത്തിൽ വീഡിയോക്ക് തീർച്ചയായിട്ടും എന്ന് പറയേണ്ട ആവശ്യമില്ല. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ അറിഞ്ഞൊരു വട്ടം നിൽക്കുക. എന്നിട്ട് എൻ്റെ വീഡിയോ തുടർന്നുള്ള ദിവസങ്ങളിൽ എന്നോടൊപ്പം നിന്ന് സഹകരിച്ച് കാണണമെന്ന് അറിയിക്കണു. അത്രയ്ക്കന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. എത്ര ആയാലും വെള്ളം അങ്ങനെ തങ്ങിക്കണു നോക്കിയാണേ നിങ്ങൾ. എന്താ അപ്പം അങ്ങനെയൊക്കെ ആയാൽ നിങ്ങൾ പറയണം. ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിക്കണേ, അല്ലെങ്കിൽ നിങ്ങൾ കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് വന്നാൽ മതി. ഇങ്ങനത്തെ വീഡിയോ ഒന്നും ആയിട്ട് വരരുത്, ദയവ് ചെയ്ത് വരരുത് എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ വരുമോ? എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഒരു വീഡിയോ എടുക്കാൻ വരും. കാരണം ഈ വീഡിയോ ആകുമ്പോൾ എളുപ്പമുണ്ടായി. മറ്റേ കുക്കിംഗ് ആകുമ്പോൾ എത്രങ്ങാനും കണ്ടമാന സാധനങ്ങളാ ചിലവായ കായും കിട്ടണില്ല. ഏതെങ്കിലും ചിലവായിട്ട് എന്താ പറയുക ഒരു കമൻറ്റ് നല്ലൊരു കമൻറ്റുകളും കിട്ടണില്ല. പിന്നെ എന്താ അപ്പം ഞാൻ വിചാരിച്ചു വീഡിയോ ആണെങ്കിൽ എന്നും ഇടണം. യൂട്യൂബിനാണെങ്കിൽ എന്നും വീഡിയോ ഇടണം. എന്നാൽ പടക്കത്തിൻ്റെയും വീഡിയോ അങ്ങനത്തെ തീക്കളി പടക്ക വീഡിയോ അങ്ങനെ എന്താ പറയുക അങ്ങനത്തെ വീഡിയോ ഒന്നും യൂട്യൂബിൽ പറ്റൂല. പിന്നെ ഇങ്ങനത്തെ കൈകളും മോറലും അങ്ങനത്തെ കുക്കിങ്ങിൻ്റെ വീഡിയോ അങ്ങനത്തെ ഒക്കെ തന്നെ യൂട്യൂബിന് പറ്റുള്ളൂ. അതുകൊണ്ട് പിന്നെ തുടരാമെന്ന് വിചാരിച്ചു. അത്രേ ഉള്ളൂ.
പാത്രമൊക്കെ മോറി വെച്ച് പോയാൽ പോരല്ലോ, ഇതൊക്കെ കൗത്തണം. ഇതൊക്കെ കൗത്തുമ്പോൾ നിങ്ങൾ വിചാരിച്ചു ഇതൊക്കെ ഹൈ ലെവൽ സെറ്റപ്പുള്ള സ്ഥലത്തേക്കാണോ കൗത്താൻ കൊണ്ടുപോകണം. കണ്ടോളി നിങ്ങൾ, നമ്മൾ പാത്രം കൗത്തുന്ന സ്ഥലങ്ങൾ ഇതുപോലത്തെ 2 അലമാരല്ല കൊട്ട. ഈ കൊട്ടയെ കൊണ്ടുപോയാണ് നമ്മൾ പാത്രം കൗത്തണമെന്നാൽ വന്നോളി, കണ്ടോളി, എല്ലാവരും കൗത്തിക്കോളി. അല്ലാതെ എന്താ ഞാൻ പറയാം, ഇവിടെ അതിനുള്ള സൗകര്യമൊക്കെ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പുതിയ വീടൊക്കെ വെച്ച് ഇൻഷാ അല്ലാഹ് അങ്ങനെ ഒരു വിധി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ നല്ല പാത്ര സ്റ്റാൻഡൊക്കെ വാങ്ങി വെച്ച് എന്താ പറയുക, പറയാനും വാക്കുകൾ കിട്ടില്ല. കൂടുതൽ പറഞ്ഞാൽ പിന്നെ ആകെ ഡയർപ്പാകും. ഏതായാലും 2 വാക്ക് പറയാമെന്ന് വിചാരിച്ചാൽ വന്നത്. അപ്പോൾ നമ്മൾ എന്താ പറയുക, കുക്കർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൗത്തണ കൊട്ടയങ്ങൾ കണ്ടില്ലേ, അങ്ങനത്തെ ഒരു പാത്രമുണ്ട്. പിന്നെ അല്ലാത്തത് ഇങ്ങനെ ദീക്ക് അങ്ങനെ ഉറിഞ്ഞു കൊടുത്താൽ മതി. അല്ലാണ്ട് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനില്ല എന്ന് ചുരുക്കി പറഞ്ഞാൽ മതി. ആ നിൽക്കണോടത്ത് നിൽക്കാണ്ട് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഇങ്ങനെ പാത്രങ്ങൾ ഇങ്ങനെ ഉറിഞ്ഞു കൊടുത്താൽ മതി. അപ്പം അങ്ങനെ അവിടെ എത്തുന്നതാണ് പറഞ്ഞു വരുന്നതെന്നാണ് ചുരുക്കി പറഞ്ഞു വരുന്നത്. കണ്ടില്ലേ, ഇവിടെ കയ്യിലും ഇതൊക്കെ കൊളുത്താൻ വേണ്ടിയിട്ട് ഒരു ഫ്രിഡ്ജ് ഇവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ നല്ലൊരു ഫ്രിഡ്ജേന്. അതെന്താണെന്നറിയില്ല, വർക്ക് ചെയ്യണല്ലോ. വർക്ക് ചെയ്യാത്തപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഉപകാരമെങ്കിലും നടക്കട്ടെ എന്ന് വിചാരിച്ചു അതിൽ പാത്രം കൗത്തൽ തുടങ്ങി. അപ്പം അത് വർക്ക് ചെയ്യും, അതിൻ്റെ ഫ്രീസർ മാത്രം. പിന്നെ അതുകൊണ്ട് നമുക്ക് ഉപകാരമില്ലല്ലോ, വെറുതെ ഒരു ഫ്രിഡ്ജ് ഇങ്ങനെ വർക്ക് ചെയ്തിട്ട് എന്ത് കാര്യമുള്ളത്. അപ്പം ഞാൻ അതിൽ പാത്രം കൗത്തൽ തുടങ്ങി. പാത്രം കൗത്തി എന്താ വെച്ചാൽ എലി, കൂറ, ഇങ്ങനെ ജന്തുക്കൾ, പല്ലി അങ്ങനത്തതൊന്നും എടുക്കൂല കേട്ടോ ആ പാത്രങ്ങൾ. അപ്പോൾ ഇപ്പുറത്ത് കണ്ടില്ലേ നമ്മളിങ്ങനെ ഉറിഞ്ഞെടുക്കണമൊക്കെയാണ് എന്തോ ഒരു എളുപ്പമാണ് ഇവിടെ പാത്രം കൗത്താൻ. ഇത് സ്റ്റാൻഡിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ കറക്റ്റ് വെക്കണ്ടേ. ഇത് പിന്നെ എന്താ പറയുക, അവർക്ക് പ്രത്യേകിച്ച് ഒരു സ്റ്റാൻഡോ പാത്രം വെക്കണ ഒരു സാധനം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഇട്ടിട്ടാൽ മതി, അവിടെ നിന്നോളൂ എന്നാണ് പറഞ്ഞു വരുന്നത്. എന്നിട്ട് നമ്മൾ ലാസ്റ്റായിട്ട് ഈ കൊട്ടൻ്റെ മൂടി ഇങ്ങോട്ട് അടച്ചു വെക്കണം. അങ്ങനെ നമ്മുടെ പാത്രം കൗത്തലും മോറലും ഒക്കെ കഴിഞ്ഞ് അങ്ങനെ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പിൻ്റെ ഘട്ടത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ അറിഞ്ഞൊരു വട്ടം നിൽക്കുക. ഇതാണ് നമ്മളെ പുതിയ ഫ്രിഡ്ജ് എന്ന് പറയാൻ പറ്റില്ല. പഴയ ഫ്രിഡ്ജിനെ കണ്ടപ്പോൾ പുതിയ ഫ്രിഡ്ജിന് എന്താണെന്നറിയില്ല, കേട് സംഭവിച്ചു. അങ്ങനെ കേട് സംഭവിച്ചപ്പോൾ ഞാൻ പഴയ ഫ്രിഡ്ജ് തന്നെ എടുത്തു. ഇത് തേനാണ് കേട്ടോ, നല്ല ശുദ്ധമായ നാടൻ തേന്, ചെറു ഈച്ചകളില്ലേ ചുമരുമലൊക്കെ നിൽക്കണേ, അങ്ങനത്തെ ഈച്ചയുടെ തേനാണ് അവിടെ കിടക്കുന്നത്. ഇത് അവിടെ കൂറച്ചോക്കം എഴുതി വെച്ചേക്കാണ് കേട്ടോ, തേനിൽ എറുമ്പ് ഇറങ്ങി എഴുതിയിട്ട്. ഇവിടുത്തെ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ, ഇത്ര സെറ്റപ്പ് ഉള്ളൂ. ഇത് ക്ലാസ്സൊക്കെ കൗത്തി വെക്കട്ടെ, നമുക്ക് ക്ലാസ്സൊക്കെ കൗത്തുന്ന എവിടെ വെച്ചാൽ ഒക്കെ നമ്മൾ കാട്ടിത്തരാം. നമ്മളിനിപ്പോൾ ഞാൻ പറഞ്ഞില്ല, വീഡിയോ യൂട്യൂബിൽ നിന്ന് എടുത്ത് പോയി, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വന്നു. ചോറ് വെച്ചിട്ട് നമ്മൾ ചോറുണ്ട്. അനിയത്തി നീ ചോറുണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇവിടെ വെറും ചോറുണ്ട്, ഉണ്ടാക്കി വയ്ക്കാറല്ലേ, എനിക്കറിയില്ല. ഒരു പായസം കിട്ടിയതായി. അതായത് നമ്മൾ വീഡിയോ അങ്ങോട്ട് വൈൻഡപ്പ് ആക്കാണ്. ഓക്കെ, ബൈ, നന്ദി, നമസ്കാരം. അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം ഇൻഷാ അല്ലാ. ഓക്കെ, ഇവിടെ കുറേ തുണികളൊക്കെ ഉണ്ട്. ഹലോ, അസ്സലാമു അലൈക്കും. അങ്ങനെ നമ്മൾ എങ്ങോട്ടാ പോണ പറഞ്ഞെടുത്താ, എനിക്ക് ആരാ മുടി കെട്ടിയ പറഞ്ഞെടുത്താ, ഇവിടെ ബാക്ക് തിരിഞ്ഞാ സൂപ്പറല്ലേ ചോദിച്ചാ ആണേ. അപ്പൊ നമ്മൾ പറഞ്ഞ സ്ഥലത്തേക്ക് പോവുക. നിയർ വരുത്തിയോ അല്ലല്ലോ? അപ്പൊ നമ്മൾ പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ്. നമ്മളെ അത് സാറില്ല, നമ്മൾ പോവുകയാണ്. പറയും ടാറ്റാ, ബൈ ബൈ. അമീനെ ഇങ്ങോട്ട് നോക്കാം. അമീനെ എന്നാ ഞാൻ കൊണ്ടുപോല. അമീനെ